പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സോണിയാഗാന്ധി. അത് ഇപ്പോഴത്തെ കാര്യം. Z+ 50ഓളം സുരക്ഷാ ഭടന്മാരുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് വാഹനമുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചകൾ നടന്നപ്പോൾ സോണിയാഗാന്ധി UPA-യുടെ അധ്യക്ഷനായിരുന്നു. എന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ആ സർക്കാരിനെ യഥാർത്ഥത്തിൽ നയിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു. സാക്ഷാൽ കരുണാകരൻ പോലും ഡൽഹിയിൽ കേരള ഹൗസിൽ ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് പോലും ഒരു മിനിറ്റ് പോലും കൂടിക്കാഴ്ച ലഭിക്കാതെ പിൻവാങ്ങിയ കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ പോറ്റിയും ഗോവർദ്ധനും 2 കൂടിക്കാഴ്ച തരപ്പെടുത്തി എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂലോ ബ്രേസ്ലെറ്റോ കെട്ടിക്കൊടുക്കുകയും ചെയ്തു. ഞാൻ തിരിച്ച് നമ്മുടെ സ്നേഹിതരായിട്ടുള്ള അടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും പ്രതികരണത്തിലേക്ക് വരാം. ഇവർ യഥാർത്ഥത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന പാതകം എന്താണെന്നറിയും. അതായത് ഈ ഗോവർദ്ധനെയും പോറ്റിയെയും തങ്ങളുടെ ഉറ്റ നേതാവായ സോണിയാഗാന്ധിയുടെ ചുമലിലേക്ക് ചാർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്കിതിലൊന്നും ഒരു ഇൻവോൾവ്മെന്റുമില്ല, ഇടപെടലുമില്ല. അപ്പോൾ അതിനർത്ഥം സോണിയാഗാന്ധിയോ സോണിയാഗാന്ധിയുടെ അടുത്ത ആരോ ആണ് ഈ പോറ്റിയെയും ഗോവർദ്ധനെയും അവരുടെ വസതിയിലെത്തിച്ചത്. അപ്പോൾ ഇവർ കൈയൊഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സോണിയാഗാന്ധിയുടെ ചുമലിലേക്ക് ചാർത്തി കൊടുക്കുകയാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് അണികളോ ചിന്തിക്കുന്നില്ല? അവർ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ 2 സഹപ്രവർത്തകർ നടത്തിയ വലിയൊരു പാതകം, അതിന്റെ ഗൗരവം എന്താണെന്ന് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല?